ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്തൊക്കെയാണ് എല്ലാവരുടെയും പരിപാടികൾ? അപ്പോൾ ഇന്ന് മഴയാണ്, നല്ല കോരിച്ചൊരിയണ മഴയാണ് പുറത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിനായിട്ട് ഔട്ടിംഗ് ഒന്നും പ്രത്യേകിച്ച് പോകാൻ പറ്റില്ല. എന്നാലും നമുക്ക് റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ സെറ്റാണ്. അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതേ ഒരു ചെറിയ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല മഴയൊക്കെയല്ലേ. എൻ്റെ കയ്യിലുള്ള കുറച്ച് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരുപാടൊന്നുമില്ല, ഒരു 5-8 ഷെയ്ഡുകളൊക്കെ കാണും. അപ്പോൾ ആ ഷെയ്ഡുകൾ നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ഈ ഒരു പൗച്ചിൻ്റെ ഉള്ളിലാണ് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കുകളൊക്കെ ഇട്ട് വെക്കണത്. ഈ ഒരു പൗച്ചിൽ കംപ്ലീറ്റ് ഫുള്ളായിട്ടുണ്ടെന്ന് പറയാം ലിപ്സ്റ്റിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3-4 ഷെയ്ഡുകൾ കേട്ടോ, നിങ്ങൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ലിപ്സ്റ്റിക്ക് പരിചയപ്പെടാം. ഓക്കെ, കമോൺ. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഷെയ്ഡെന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ എൻ്റെ സിസ്റ്റർ എനിക്ക് തന്നാണ്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ അഡ്രസ്സും മേൽവിലാസവും എല്ലാം സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയിട്ടാണ്. ഇത് ഏകദേശം 2 വർഷത്തോളമായിട്ട് എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഏകദേശം തീരാറായൊരു നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടത്. പിന്നെ അടുത്തത് ഇത് ലാക്മേയുടെയാണ്. ഇത് ഒരു ലൈറ്റ് മെറൂൺ എന്നൊക്കെ പറയാം. ഒരു റെഡിൻ്റെ മെറൂണിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നൊരു സംഭവമാണ് കേട്ടോ. ഇത് ഏകദേശം ഞാൻ യൂസ് ചെയ്ത് തീരാറായിട്ടുണ്ട്. അതും ഒരു 1 ഇയറായി. പിന്നെ അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. ഇത് കളർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നല്ലൊരു ചോക്ലേറ്റ് കളർ, അതായത് ബ്രൗൺ ചോക്ലേറ്റിൻ്റെ ഒരു കളറാണ് കേട്ടോ. നല്ലൊരു ബ്രൗണിഷാണ്. നല്ല ഫെയർ ആയിട്ടുള്ളവർക്ക് ഇത് അടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് ഒരുപാട് ഞാൻ അന്വേഷിച്ചിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല ബെസ്റ്റിയായിട്ട് ഫേസസ് കാനഡയുടെ കോംഫി മാറ്റ് കൊക്കോ ക്രഷ് ആണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ്. അപ്പോൾ ഇത് 2 എണ്ണം കാണിക്കണ വേറൊന്നുമില്ല. ഞാൻ നമ്മുടെ സ്ട്രോ ക്രീമും ഫൗണ്ടേഷനും ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ലിപ്സ്റ്റിക്കും സെയിം ആയിരുന്നു കേട്ടോ, കൊക്കോ ക്രഷ് തന്നെ. പിന്നെ എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്യാനൊന്നും പോയില്ല. പിന്നെ അടുത്തത് നമ്മുടെ ഫേസസ് കാനഡയുടെ തന്നെയാണ്, ഒരു മെറൂൺ ഷെയ്ഡാണ്. കോംഫി മാറ്റ് അത് തന്നെയാണ്, മെറൂൺ ഷെയ്ഡാണ്. പിന്നെ ഈ കാണിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചില്ല, ഒരു കളർ സ്റ്റുഡിയോയുടെ ആ ഒരു ബ്രൗൺ നല്ല ചോക്ലേറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം അതുപോലെയൊക്കെ തോന്നിയപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷെ വന്നപ്പോൾ സംഭവം മെറൂണിൻ്റെ ഒരു ലൈറ്റ് എന്നൊക്കെ പറയാം, അതായി പോയിട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ പറ്റിക്കപ്പെട്ടു. പക്ഷേ ലിപ്സ്റ്റിക്ക് അടിപൊളിയായതുകൊണ്ട് ഞാനിതൊന്നും റിട്ടേൺ ചെയ്തില്ല. അപ്പോൾ ഇത്രയും ലിപ്സ്റ്റിക് ഷെയ്ഡുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ കളക്ഷൻസ്? അപ്പോൾ ഇതൊക്കെ ഇനി ബാഗിലോട്ട് എടുത്ത് വെക്കണമല്ലോ. ഇതാണ് ഒരു ടാസ്ക് കേട്ടോ. എടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ടൊക്കെ നിങ്ങളെ കാണിക്കാം. ഞാൻ സെറ്റാക്കിയിട്ടൊക്കെ എടുത്ത് ഇതിനുള്ളിൽ കുത്തിക്കയറ്റുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ. ടാസ്ക് ആണെന്ന് പറയാം. ചില സമയത്ത് ഇതിൻ്റെ സിബ് എടുക്കാനേ പറ്റില്ല. ഓ മൈ ഗോഡ്. അപ്പം ഞാനിത് ഒരു കണക്കിന് അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി തിരികെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പൗച്ച് നിറഞ്ഞിരിക്കുന്നുണ്ട്, അതാണ് എൻ്റെ സന്തോഷം. പണ്ടൊക്കെ ലിപ്സ്റ്റിക്ക് അടിക്കാൻ എനിക്ക് ഭയങ്കര മടിയുള്ള സംഭവമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ലിപ്സ്റ്റിക്ക് അടിച്ചില്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ്